പാലക്കാട് ചിറക്കൽപ്പടിയിൽ യാത്രയ്ക്കിടെ ദേഹാസ്വസ്ഥ അനുഭവപ്പെട്ട സ്ത്രീക്ക് രക്ഷകരായി KSRTC ബസ്സിൽ കുഴഞ്ഞു വീണ യാത്രക്കാരിയെ ഡ്രൈവറും കണ്ടക്ടറും ചേർന്ന് ഉടനെ ആശുപത്രിയിലേക്ക് എത്തിച്ചതുകൊണ്ട് രക്ഷ തെളിഞ്ഞു. മണ്ണാർക്കാട് സ്വകാര്യ ആശുപത്രിയിൽ എത്തുന്നതുവരെ സഹയാത്രക്കാരി ബീനയ്ക്ക് CPR-ഉം സഹയാത്രക്കാരി ബീന CPR-ഉം നൽകി. ഗൂഗിൾ VS ഉണ്ട്. ഗൂഗിൾ ഇങ്ങനെ അടിയന്തരമായിട്ടുള്ളൊരു അപകട സാഹചര്യത്തിൽ KSRTC ഇത്രയും യാത്രക്കാരുമായി പോവുകയാണ്. ഡ്രൈവറും കണ്ടക്ടറും സമയോചിതമായ ഒരു രക്ഷാകരം നീട്ടി യാത്രക്കാരും സഹകരിച്ചു അല്ലേ. അതുകൊണ്ട് ഒരാൾക്ക് അത്യാഹിതമൊന്നും സംഭവിച്ചില്ല. ഇല്ല, കാരണം ഈ പാലക്കാട് നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന ബസ്സായിരുന്നു. ഇതിനിടയിലാണ് ഈ കല്ലടിക്കോടിനടുത്തുള്ള ഒരു ചിറക്കൽപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഒരു യാത്രക്കാരിക്ക് ഇങ്ങനെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. ശരീരം കുഴഞ്ഞു വീഴുന്ന രീതിയിലേക്ക് അവർ വീഴുകയായിരുന്നു. ഉടൻ തന്നെ ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറും, ഡ്രൈവർ നാരായണൻകുട്ടി, കണ്ടക്ടർ ഷംസുദ്ദീൻ, ഇരുവരും അടുത്തുള്ള ആശുപത്രി, മണ്ണാർക്കാടുള്ള ഒരു സ്വകാര്യ ആശുപത്രിയാണ്, അവിടേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് വാഹനം അങ്ങോട്ട് എടുത്തു. പിന്നീടുള്ള സ്റ്റോപ്പുകളിലും നിർത്തിയില്ല, പരമാവധി വേഗത്തിലാണ് പോയത്. ഒപ്പം ഈ ഒരു ബസ്സിലുണ്ടായിരുന്ന ഒരു യാത്രക്കാരി ബീന എന്ന് പറയുന്ന ഒരു യാത്രക്കാരി, ഒരു ഫാർമസിസ്റ്റ് കൂടിയാണ്. അവരവിടെ എത്തുന്നത് വരെ ഈ കുഴഞ്ഞു വീണ യാത്രക്കാരിക്ക് CPR നൽകി. അതുകൊണ്ട് മാത്രം അപകടമൊന്നുമില്ലാതെ അവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ആശുപത്രിയിൽ എത്തിച്ചു. അവരിപ്പോൾ ചികിത്സയിലാണ്. യാത്രക്കാരി ചികിത്സയിലാണ്. ഈ യാത്രക്കാരിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. കാരണം അവർ അൺകോൺഷ്യസ് ആണ്, ബോധമില്ല. അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ആ ഘട്ടത്തിൽ നമുക്ക് ശേഖരിക്കാനും കഴിഞ്ഞിട്ടില്ല. അവരുടെ പേരുവിവരങ്ങൾ ഉടൻ തന്നെ മനസ്സിലാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും അവരൊരു അപകടനില തരണം ചെയ്തു. ശരി, ഗൂഗിൾ എന്തായാലും അവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞുവല്ലോ. ഇത്തരം തിരക്കുള്ള വാഹനയാത്രയിലൊക്കെ തന്നെ ഗൂഗിൾ തുടരുന്നുണ്ട്. ഗൂഗിൾ ഇത്തരം തിരക്കുള്ള യാത്രകളിലൊക്കെ തന്നെ ആളുകൾ പലപ്പോഴും ഒരുപാട് തിരക്കോടുകൂടി പോകുന്ന സമയമൊക്കെ ആയിരിക്കാം. അവിടെ എന്നാലും ഒരാൾക്ക് ഒരു ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുമ്പോൾ അടിയന്തരമായിട്ട് എത്തിക്കുക എന്നതാണ് വളരെ പ്രധാനപ്പെട്ടത്. അവിടെ പല സാഹചര്യങ്ങളിൽ ഇങ്ങനെയൊക്കെ വലിയ വിമർശനങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഇത് ഒരുമിച്ച് തന്നെ കണ്ടക്ടറും ഡ്രൈവറും സഹയാത്രികയും എല്ലാമൊക്കെ ഒരുമിച്ചൊരു രക്ഷാകരം തീർക്കുകയായിരുന്നു അല്ലേ. തീർച്ചയായിട്ടും. അതായത് ആ ബസ്സിലുണ്ടായിരുന്ന എല്ലാവരും ഇതിനോട് സഹകരിച്ചു എന്നുള്ളതാണ്. അവരെല്ലാവരും തന്നെ ഒരുമിച്ച് നിന്ന് ഇങ്ങനെ കൊണ്ടുപോകാൻ, ഈ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ സഹകരിച്ചു എന്നുള്ളത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഇത് യാത്ര തുടങ്ങി, പാലക്കാട് നിന്ന് യാത്ര തുടങ്ങി ചിറക്കൽപ്പടി വരെ ഏകദേശം ഒരു മണിക്കൂറിനടുത്ത് ദൂരമുണ്ട് സ്ഥലത്തെത്താൻ. അവിടെ വെച്ചാണ് ഇങ്ങനെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. പിന്നെ അടുത്തുള്ള ഒരു ആശുപത്രി എന്ന് പറയുന്നത് മണ്ണാർക്കാട്ട് ഉള്ള സ്വകാര്യ ആശുപത്രിയാണ്. അവിടേക്കാണ് എത്തിച്ചത്. വളരെ പെട്ടെന്ന് അവിടേക്ക് എത്തിക്കാൻ വളരെ പെട്ടെന്ന് ലൈറ്റിട്ട് മറ്റു സ്റ്റോപ്പുകളിലൊന്നും തന്നെ നിർത്താതെ ബസ് പാഞ്ഞു പോവുകയായിരുന്നു. കാരണം ഏകദേശം ചിറക്കൽപ്പടിയിൽ നിന്ന് പിന്നീട് മണ്ണാർക്കാട്ടേക്ക് കുറച്ച് ദൂരമുണ്ട്. ഏകദേശം ഒരു 15 മിനിറ്റിലധികം അല്ലെങ്കിൽ ഒരു 20 മിനിറ്റിലധികം നീണ്ട യാത്രയുണ്ട്. അപ്പോഴൊക്കെ തന്നെ വളരെ പെട്ടെന്ന് ഈ ആശുപത്രിയിലേക്ക് എത്തിച്ചു. അതുകൊണ്ട് ഒരു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു. മാത്രമല്ല, ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി എല്ലാവരും കൈകോർത്ത് പിടിച്ചു എന്നുള്ളതാണ്. അല്ലാതെ മറ്റേതെങ്കിലും ഒരു ആംബുലൻസിന് കാത്തു നിൽക്കുകയോ ഒക്കെ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല ഈ വാർത്ത. വളരെ വിഷമത്തോടു കൂടി നമുക്ക് പങ്കുവെക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അവരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട്, ആ ബസ്സിലുള്ള എല്ലാ യാത്രക്കാരും ഒരുമിച്ച് നിന്നുകൊണ്ട്, അതോടൊപ്പം തന്നെ ഡ്രൈവറും കണ്ടക്ടറും ആ സമയത്ത് സമയോചിതമായി തന്നെ പെട്ടെന്ന് ഈ വാഹനം ആശുപത്രിയിലേക്ക് എത്തിക്കാൻ തീരുമാനിച്ചതുകൊണ്ട് ഒരു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു. അതേസമയം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ആ ബസ്സിലെ യാത്രക്കാരിയായിരുന്നു ഒരു ഫാർമസിസ്റ്റായ ബീനയുടെ കാര്യമാണ്. ബീന അവിടെ എത്തുന്നത് വരെ ഏകദേശം ഒരു 20 മിനിറ്റ് 30 മിനിറ്റ് സമയം നിർത്താതെ ഈ CPR നൽകി ഇവരുടെ ആരോഗ്യം സംരക്ഷിച്ചു എന്നുള്ളതും എടുത്തു പറയേണ്ടത്. അങ്ങനെ ഒരു യാത്രക്കാരി കൂടി ആ ബസ്സിൽ ഉള്ളത് കൊണ്ട് അങ്ങനെ CPR ഒക്കെ നൽകി കൃത്യമായി തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്.